ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ സമാഗതമായി. സ്വർഗം മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ പാരമ്യമാണ്. ഇതിൽ പരമൊരു സ്വപ്നമോ സങ്കല്പമോ ആഗ്രഹമോ ആനന്ദമോ മനുഷ്യന് ലഭിക്കാനില്ല. ഈശോയുടെ സ്വർഗാരോഹണം നൽകുന്ന നിരവധി സന്ദേശങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്: കുരിശുമരണത്തോളം അനുസരണം കാട്ടിയവനെ പിതാവായ ദൈവം ഉയർത്തി എല്ലാ നാമങ്ങളെയും കാൾ ഉപരിയായ നാമം നൽകുന്നു. അവിടുത്തെ മുമ്പിൽ സകലരും മുട്ടുമടക്കുന്നതിനും ഈശോ കർത്താവാണെന്ന് എല്ലാ നാവും ഏറ്റുപറയുന്നതിനും പാകത്തിൽ പിതാവ് ഈശോയെ മഹത്വപ്പെടുത്തുന്നു, ഉയർത്തുന്നു. ഇതല്ലേ സ്വർഗാരോഹണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത്? എവിടെയാണ് സ്വർഗം? സ്വർഗമങ്ങ് മുകളിലാണോ? ലൂക്കാ സുവിശേഷകൻ പറയുകയാണ്, ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്നവർക്ക് കിട്ടുന്ന ഉത്തരം രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർണ്ണതയാണ്. നമുക്കുണ്ടെന്നേ സ്വർഗാരോഹണം. അതാണ് ഈ സ്വർഗാരോഹണം നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അവിടുന്ന് അന്ത്യത്താഴവേളയിൽ പറഞ്ഞില്ലേ, ഒരു വാഗ്ദാനം നൽകിയില്ലേ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി അവിടെ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ്റെ വാഗ്ദാനമാണ്. അവനായിരിക്കുന്നിടത്ത് സ്വർഗത്തിൽ നമ്മെയും വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ നമ്മളെയും കൊണ്ടുപോകാൻ, നമുക്ക് വാസസ്ഥലമൊരുക്കാൻ, അതാണ് സ്വർഗാരോഹണം നൽകുന്ന വലിയ ആശ്വാസം. ആമേൻ.